LSൽ ഒരു പോയം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ഡെത്ത് ദ ലെവലർ എന്നൊരു പോയം നമ്മൾ തുടങ്ങി. ഡെത്ത് ദ ലെവലർ. അപ്പോൾ ഇറ്റ് ഈസ് എ പോയം. It is a poem by James Shirley. It is a poem by James Shirley, the last of the Elizabethans. And here, James Shirley glorifies golden deaths in a unique way. അനുപമമായ രീതിയിൽ മരണത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. It is a glorification of deaths. And as I told you, the glories of our blood and state are shadows, not a substantial thing. Not a substantial things. There is no armor against fate. Death lays his icy hand on kings. Scepter and crown must tumble down, and in the dust be equal made with the poor crooked scythes and spade. ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റാൻസ. 2 ലൈൻസ് നേരത്തെ പറഞ്ഞായിരുന്നു. നല്ലൊന്നോട് നോക്കൂ. The glories of our blood and state are shadows. The glories, ആ മഹാത്മ്യങ്ങളൊക്കെ തന്നെ ഏതിൻ്റെയൊക്കെയാണ്? Of blood and state. What does blood stands for? ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്. It stands for family origins. It stands for family. The glories of our blood and state, സ്ഥാനമാനങ്ങൾ. Glories of our blood and state are shadows. അപ്പോൾ ഈ glories of our blood and state are shadows. കുടുംബ മാഹാത്മ്യങ്ങളും സ്ഥാനമാനങ്ങളും വെറും നിഴലുകളാണ്. ആർ ഷാഡോസ് എന്നാണ് പറഞ്ഞത്. നിഴല് പോലെ എന്നല്ല പറഞ്ഞത്, നിഴലുകളാണ്. ഇവിടെ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്. മെറ്റഫർ എന്ന് പറയുന്ന അലങ്കാരമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലൈൻ ഈസ് മെറ്റഫർ. The glories of our blood and state are shadows, not substantial things. There is no armor against fate. There is no armor against fate. Armor, പടച്ചട്ട, സംരക്ഷണ കവചം. There is no armor against fate. വിധിക്കെതിരായിട്ട്, അതായത് മരണത്തിനെതിരായിട്ട് ഒരു പടച്ചട്ടയും ഒരു സംരക്ഷണ കവചവും ഇല്ല. Death lays his icy hand on kings. മരണം എന്ത് ചെയ്യുന്നു? Lays his icy hand, തന്റെ തണുത്ത കൈയെടുത്തു വെക്കുന്നു. ആരുടെ മേൽ? രാജാവിന്റെ മേൽ. Scepter and crown, ചെങ്കോലും കിരീടവും. Scepter, ചെങ്കോല്, the symbol of power. Crown, കിരീടം. ചെങ്കോലും കിരീടവും must tumble down, തകർന്നു വീഴുന്നു, താഴേക്ക് വീഴുന്നു. ചെങ്കോലും കിരീടവും താഴെ വീഴുന്നു. അപ്പൊ ഡെത്ത് lays his icy hand on kings, മരണം തന്റെ തണുത്ത കൈയെടുത്ത് രാജാവിന്റെ മേൽ വയ്ക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മരണത്തെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നു. മരണം എന്ന് പറയുന്നത് ജീവനുള്ള ഒരു വ്യക്തിയെ പോലെ അവതരിപ്പിച്ചിരിക്കുന്നു. മരണം നമുക്കറിയാം ഒരു പ്രോസസ് ആണല്ലോ. മരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ വൈറ്റൽ ഓർഗൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് പ്രവർത്തനം നിലച്ചു പോകുമ്പോൾ, അതിന്റെ പ്രവർത്തനം നിലച്ചു പോകുമ്പോൾ സംഭവിക്കുന്ന ഒന്നിനെയാണ് മരണം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മരണത്തെ എന്തായിട്ട് പറയുന്നു? ഒരു വ്യക്തി. ആ വ്യക്തി കൈയെടുത്ത് തോളിൽ വെക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നതെന്ന് പറയുന്നു. അപ്പോഴ് പേഴ്സോണിഫിക്കേഷൻ. Death lays his icy hand on kings. What is the figure of speech used here? The figure of speech used here is personification. Scepter and crown. Scepter, ചെങ്കോല്, കിരീടം. Must tumble down. ചെങ്കോലും കിരീടവും താഴെ വീഴുന്നു. അപ്പോൾ ചെങ്കോല് താഴെ വീഴുന്നു അല്ലെങ്കിൽ കിരീടം താഴെ വീഴുന്നു എന്ന് പറയുമ്പോൾ താഴെ വീഴുന്നത് ആരാണ്? ഇറ്റ് ഈസ് ദ കിങ്, രാജാവാണ്. രാജാവ് താഴെ വീഴുന്നു എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞിരിക്കുന്നു? സെപ്ചർ ആൻഡ് ക്രൗൺ, രാജാവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പോഴിവിടെ മീറ്റോനിമി എന്ന് പറയുന്ന അലങ്കാരമാണ്. METONYMY, മീറ്റോനിമി. അപ്പോൾ മീറ്റോനിമി എന്ന് പറയുന്ന അലങ്കാരം ഒരു പാർട്ടേ പറയുള്ളൂ, അത് ഹോളിനെ റെപ്രസെന്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ, ഇപ്പൊ 2 hands are wanted in the office.
അല്ലെങ്കിൽ 3 hands are wanted in the office. ഇവിടെ ഹാൻഡ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? പേഴ്സൺ, തൊഴിലാളി. അപ്പോൾ 3 ജോലിക്കാരെ ഇവിടെ ആവശ്യമുണ്ട്. അതാണ് 3 hands are wanted in the office എന്നൊക്കെ പരസ്യം വരുന്നത്. അതുപോലെ മീറ്റോനിമി എന്ന അലങ്കാരമാണ്. Scepter and crown must tumble down and in the dust be equal made. And in the dust be equal made. അത് മണ്ണിൽ ഒന്നായി മാറുന്നു. With the poor crooked scythe and spade. With the poor crooked scythe and spade. ആ പാവം crooked ആക്ച്വൽ മീനിങ് ഡിസോണസ്റ്റ് എന്നാണ്. ഇവിടെ പക്ഷെ എന്താണ്? വളഞ്ഞിരിക്കുന്ന നത്തോടെ മതി. ക്രൂക്ഡ് സൈത്ത് ആൻഡ് സ്പെയ്ഡ്. സൈത്ത് അരിവാൾ, സ്പെയ്ഡ് മൺവെട്ടി. സൈത്ത് ആൻഡ് സ്പെയ്ഡ്. അപ്പോഴ് സൈത്ത് എന്ന് പറയുന്നത് അരിവാളാണ്. അരിവാൾ കണ്ടിട്ടുണ്ടല്ലോ, സ്പെയ്ഡ് കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സൈത്തും സ്പെയ്ഡും ഒക്കെ തന്നെ. അരിവാളും മൺവെട്ടിയും പാവപ്പെട്ടവർ ഉപയോഗിക്കുന്നതാണ്, കർഷകർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നവർ ഉപയോഗിക്കുന്നതാണ്. ദേ റെപ്രസെന്റ് ദ കോമൺ മാൻ. അപ്പോൾ ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണ്? സാധാരണക്കാരെയാണ്, അല്ലെങ്കിൽ ഫാമേഴ്സിനെയാണ്. അതേസമയം സെപ്ചർ ആൻഡ് ക്രൗൺ, ചെങ്കോല്, കിരീടം ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ട് പോലും കാണുകയില്ല. അപ്പോൾ സെപ്ചർ ആൻഡ് ക്രൗൺ അതാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്? കിങ്ങിന്. അപ്പോൾ വലിയ സെപ്ചർ ആൻഡ് ക്രൗൺ സ്റ്റാൻഡ് ഫോർ കിങ്. സൈത്ത്, സ്പെയ്ഡ് സ്റ്റാൻഡ്സ് ഫോർ ഫാമേഴ്സ് ഓർ കോമൺ പീപ്പിൾ ഓർ ദ പ്രോലിറ്റേറിയറ്റ്. അപ്പോൾ ഇവിടെ സെപ്ചർ ആൻഡ് ക്രൗൺ എന്ന് പറയുക വഴി കിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നു, മീറ്റോനിമി. അതുപോലെ തന്നെ സൈത്തും സ്പെയ്ഡും പുവർ പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതേ അലങ്കാരം. നോക്കിയ ഒന്നും കൂടെ, അത് ഇത്രയും ഒരു സ്റ്റാൻസ കംപ്ലീറ്റ് ആയിരുന്നു. അറിയാമല്ലോ സ്റ്റാൻസ. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. അതിനു മുമ്പായിട്ട് പോയം ഡെത്ത് ദ ലെവലർ എന്നാണ് പോയത്തിന്റെ പേര്. എഴുതിയിരിക്കുന്നത് ജെയിംസ് ഷെർലി എന്ന കവിയാണ്. നമ്മളെങ്ങനെ പറയാം? ഡെത്ത് ദ ലെവലർ ഈസ് എ നൈസ് പോയം, ഈസ് എൻ ഇമ്പോർട്ടന്റ് പോയം. പറയും ഡെത്ത് ദ ലെവലർ ഈസ് എ പോം ബൈ ജെയിംസ് ഷെർലി. എ പോം ബൈ ജെയിംസ് ഷെർലി. ഇറ്റ് ഈസ് അബൌട്ട് ദ ഗ്ലോറീസ് ഓഫ് ഡെത്ത്. ഡെത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ പോയറ്റ് ബിഗിൻസ്, കവി തുടങ്ങുന്നു, ബൈ സേയിങ് ദാറ്റ് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. കുടുംബ മാഹാത്മ്യങ്ങളും സ്ഥാനമാനങ്ങളും വെറും നിഴലുകളാണ്. There is no armor against fate. മരണത്തിനെതിരായിട്ട് ഇന്ന് വരെ ഒന്നും വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. There is no armor against fate. അമ്പ് വന്നേക്കാതിരിക്കാൻ പടച്ചട്ട ധരിക്കാം, പക്ഷെ മരണം വരാതിരിക്കാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെത്ത് ലൈസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. രാജാവിന്റെ മേൽ അത് കൈയെടുത്തു വെക്കുന്നു. സെപ്ചർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. ചെങ്കോലും കിരീടവും താഴെ വീഴുകയായി. ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്. അത് മണ്ണിൽ ഒന്നാകുന്നു. വിത്ത് ദ പൂവർ ക്രൂക്ഡ് സൈത്ത് ആൻഡ് സ്പെയ്ഡ്. ഏതിനോടൊപ്പം? ആ പാവം അരിവാളും മൺവെട്ടിയും മണ്ണിൽ ഒന്നാവുന്നതിനോടൊപ്പം. പാവപ്പെട്ടവർ എങ്ങനെയാണോ മണ്ണിൽ ഒന്നാവുന്നത്, അതുപോലെ തന്നെയാണ് രാജാവും മണ്ണിൽ ഒന്നാകുന്നത്. സോ ദ കിങ് ആൻഡ് ദ ബെഗർ ആർ alike before the mighty power of death. Before death there is no difference between the rich and the poor. Before death there is no difference between the high class and the low class. And death is fatal. One who is born must die, whether he becomes a king or whether he becomes a beggar or whether he becomes a farmer or anyone. All are expected to die. All who are born cannot but die. Before death we are helpless. So the poem is about the mighty power of death. ഫസ്റ്റ് സ്റ്റാൻസ ഒരുവിധം പിടിയിട്ടില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ഇപ്പോൾ അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസയിലെ ലൈൻസ് ഒക്കെ നോക്കിയത് ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. അപ്പോഴൊരു റൈം സ്കീം ഉണ്ടാവും. മിക്ക പോംസിനും കാണുന്നതാണ് ഒരു റൈം സ്കീം. അതായത് ഇപ്പം റൈം സ്കീം നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവസാനത്തെ സിലബിൾ ആണ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ അവസാനത്തെ വാക്കൊന്ന് നോക്കിയേ. സ്റ്റേറ്റ് എന്ന വാക്കാണ്. സ്റ്റേറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റ്
ഒരു വാക്കാണ് സ്റ്റേറ്റ്. ഒരു സിലബിളേ ഉള്ളൂ അതിനകത്ത്, സ്റ്റേറ്റ് എന്ന വാക്ക്. അടുത്ത രണ്ടാമത്തെ വരി അവസാനിച്ചിരിക്കുന്നത് തിങ്സ് എന്നാണ്. തിങ്സ്, അതും ഒരു സിലബിൾ ഉള്ളതാണ്, തിങ്സ്. മൂന്നാമത്തെ വരി അവസാനിക്കുന്നത് മോണോസിലബിക് വേർഡിലാണ്, ഫെയ്റ്റ്. ഫെയ്റ്റ്. ഇനി ആദ്യത്തെ വാക്കും മൂന്നാമത്തെ വാക്കും, അല്ലെങ്കിൽ ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കും മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ വാക്കും നോക്കി, സ്റ്റേറ്റ്, ഫെയ്റ്റ് അവസാനിക്കുന്നത് ഒരുപോലെയാണ്. ഫെയ്റ്റ്, സ്റ്റേറ്റ് രണ്ടും ഒരുപോലെ അവസാനിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ ലൈൻ തിങ്സ് ആണ്, മൂന്നാമത്തെ ലൈൻ ആകട്ടെ കിങ്സ് ആണ്. രണ്ടും ഒരേപോലെ അവസാനിക്കുന്നു. അപ്പോഴിതിന്റെ റൈം സ്കീം എന്ന് പറയുന്നത്, ഈ 4 വരിയുടെ റൈം സ്കീം എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റേറ്റിന് എ എന്ന് കൊടുക്കുന്നു, തിങ്സ് അതുമായിട്ട് യോജിക്കുന്നില്ല, ബി എന്ന് കൊടുക്കുന്നു. പിന്നെ മൂന്നാമത്തെ ലൈനാകുന്ന ഫെയ്റ്റ് എയോട് ഒന്നാമത്തെ ലൈനിനോട് ചേർന്ന് പോകും, അതുകൊണ്ട് എ എന്ന് കൊടുക്കുന്നു. പിന്നെ നാലാമത്തെ ലൈനിന് മൂന്നാമത്തെ ലൈനുമായിട്ട് രണ്ടാമത്തെ ലൈനുമായിട്ട് യോജിച്ചു പോകുന്നതുകൊണ്ട് ബി എന്ന് കൊടുക്കും. അപ്പോൾ ഈ എ ബി ഇതാണ് അതിന്റെ റൈം സ്കീം. അറിയാമായിരുന്നല്ലോ, അത് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. എ ബി. ഇനി സെപ്ചർ ആൻഡ് ക്രൗൺ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് പോലെയല്ല, തിങ്സ് പോലെയല്ല, ഫീറ്റ് പോലെയല്ല, കിങ്സ് പോലെയല്ല. അപ്പോഴതുകൊണ്ട് നമ്മൾ അവിടെ സി എന്ന് കൊടുക്കുന്നു. സെപ്ചർ ആൻഡ് ക്രൗൺ, ഔൺ. മസ്റ്റ് ടംബിൾ ഡൗൺ, ഔൺ ഡൗൺ ഒരുപോലെ പോകും. അപ്പൊ രണ്ടിനും സി എന്ന് കൊടുക്കാം, സി. ഇനി അടുത്തത്, ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്. മെയ്ഡ് ആണ്. നേരത്തെ വന്ന വാക്കുകളൊന്നുമായിട്ട് യോജിച്ചു പോകത്തില്ല, മെയ്ഡ്. അതിന് ഡി എന്ന് കൊടുക്കുന്നു. അടുത്തത് സ്പെയ്ഡ്. നേരത്തെ ഒന്നും യോജിച്ചു പോകാത്തതുകൊണ്ട് അതിന് ഡി എന്ന് കൊടുക്കുന്നു. അപ്പോൾ റൈം സ്കീം എന്തായി? എ ബി സി ഡി. The rhyme scheme of the poem is A B C D എന്ന് വരും. റൈം സ്കീം ഓഫ് ദ പോയം. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. Now, second stanza. Some men with the swords may reap the field and plant fresh laurels where they kill, but their strong nerves at last must yield. They tame but one another still. Early or late, they stoop to fate and must give up their murmuring breeds when they, pale captives, creep to depths. Some men with the swords may reap the field. Some men, some people, with the swords, sword, the weapon, wall, may reap the field. Reap എന്ന് വെച്ചാൽ കൊയ്യുക, ഫീൽഡ് പാടം. ചിലർ പാടം കൊയ്യുന്നത് വാൾ ഉപയോഗിച്ചാണ്. Some men with the swords may reap the field. ചിലർ പാടം കൊയ്യുന്നത് വാൾ ഉപയോഗിച്ചാണ്. അപ്പൊ നമുക്കറിയാം, പാടം കൊയ്യുന്നത് എപ്പോഴും എന്തുപയോഗിച്ചാണ്? സൈറ്റ്സ്, അതായത് അരിവാൾ ഉപയോഗിച്ചാണ് പാടം കൊയ്യുന്നത്. അപ്പോൾ സൈത്ത് ഉപയോഗിച്ചാണ് പാടം കൊയ്യേണ്ടത്. അപ്പോഴതിന് പകരമായിട്ട് സൈത്ത് എന്ന് പറയുമ്പോൾ അറിയാം, അരിവാൾ വളഞ്ഞിരിക്കും, അറിയാലോ. വിളവെടുക്കാനായിട്ട്, കൊയ്തെടുക്കാൻ എളുപ്പമാണ്. ഒരു ഗ്രൂപ്പ് പ്ലാന്റിനെ നമ്മൾ ഒരുമിച്ച് ഇതിനകത്താക്കുന്നു, കൊയ്തിഞ്ഞെടുക്കുന്നു, എളുപ്പമാണ്. അതേസമയം വാൾ ഉപയോഗിച്ച്, വാൾ അറിയാതെ നിരന്നിരിക്കുന്നു, വാൾ ഉപയോഗിച്ച് വെട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തല്ല, ഇത് കൊയ്തെടുക്കാൻ എളുപ്പമല്ല. Some men with the swords may reap the field. ഇനി പാടം കൊയ്യുക. പാടം കൊയ്താൽ എന്താണ് കിട്ടുന്നത്? ഗുണം കിട്ടുന്നു, നെല്ല് കിട്ടുന്നു, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കിട്ടുന്നു, ഗുണം കിട്ടുന്നു. ഇനി ഇവിടെ കവി ഇമേജറിയിൽ പറയുന്നത്, അല്ലെങ്കിൽ കവി പറയുന്നത് എന്തായിരിക്കും? ചില ആൾക്കാർ വാൾ ഉപയോഗിച്ചാണ് കൊയ്തെടുക്കുന്നത്. നമുക്കറിയാം, അരിവാൾ ഉപയോഗിച്ച് കൊയ്തെടുക്കുമ്പോൾ നെല്ല് കിട്ടും. വാൾ ഉപയോഗിച്ച് കൊയ്തെടുത്താൽ കിട്ടുന്നത് തല. ആൾക്കാരുടെ തല കൊയ്യാനാണ് വാൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ തൻ്റെ നേട്ടത്തിന് വേണ്ടി എന്തുപയോഗിക്കുന്നു? വാൾ ഉപയോഗിക്കുന്നു. ചിലർ തനിക്ക് ഗുണം കിട്ടാനായിട്ട് അരിവാൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അരിവാൾ ഉപയോഗിച്ച് കർഷകർ ഇത് നെല്ലും മറ്റുമൊക്കെ തന്നെ കൊയ്തെടുക്കുന്നത് പോലെ വാൾ ഉപയോഗിച്ച് പടയാളികൾ, രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു? ശത്രുക്കളുടെ തല കൊയ്യുന്നു. Some men with the swords may reap the field. That is, kings and soldiers kill others with the help of their sword.
വലിയ വലിയ ആൾക്കാർ, രാജാവും അതുപോലുള്ളവരും ഒക്കെ എന്ത് ചെയ്യുന്നു? തല കൊയ്യുകയാണ്. Some men with the swords may reap the field and plant fresh laurels where they kill. And plant എന്നിട്ട് അതേ ഇമേജറി തന്നെ നിലനിർത്തുന്നു. പ്ലാന്റ് നട്ടുപിടിപ്പിക്കുന്നു. ഫ്രഷ് ലോറൽസ്, ലോറൽ ചെടി. ലോറൽ ചെടി എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ പ്ലാന്റ് ആണ്. മിത്തോളജിക്കലായിട്ട് ഒരു എവർഗ്രീൻ പ്ലാന്റ്, നിത്യഹരിതം, ഒരിക്കലും വാടിപ്പോകാത്ത ഒരു പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ എവർഗ്രീൻ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അപ്പോളോ, സേക്രഡ് ടു അപ്പോളോ. അപ്പോളോ എന്ന് പറയുന്ന ഗോഡിന് സേക്രഡ് ആയിട്ടാണ് ഈ പ്ലാന്റ് കാണുന്നത്. ഇത് സിംബൽ ഓഫ് ലോറൽ. ലോറൽ എന്ന് പറയുന്നത് എന്താണ്? സിംബൽ ഓഫ് ഫെയിമ, പ്രശസ്തിയുടെ ഒക്കെ സിംബലാണ്. അപ്പോൾ ചില ആൾക്കാർ പാടം കൊയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? നെല്ലിന്റെ വിത്തല്ല അല്ലെങ്കിൽ ഞാറല്ല നടുന്നത്, അതിന് പകരം ലോറൽ ചെടികൾ നട്ടുപിടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അവർ പ്രശസ്തരാകും. ഒരുപാട് ആൾക്കാരെ കൊന്നതിന് ശേഷം, ഒരുപാട് ശത്രുക്കളെ കൊന്നതിന് ശേഷം അവർ രാജാക്കന്മാരാകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവർ വിജയം കൈവരിക്കുന്നു. അപ്പോൾ സം മെൻ വിത്ത് സോർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. ചില ആൾക്കാർ വാൾ ഉപയോഗിച്ച് പാടം കൊയ്യുകയും എന്ത് ചെയ്യുകയും ചെയ്യുന്നു? അവിടെ ലോറൽ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. ബട്ട് ദെയർ സ്ട്രോങ് നെർവ്സ്, പക്ഷെ അവരുടെ ശക്തമായ നെർവ്സ് സിരകൾ. ഇവിടെ എന്തർത്ഥം? നെർവ്സ് എന്ന് വെച്ചാൽ ഇവിടെ മസിൽ, ശക്തി, മസിൽ എന്നെടുത്താൽ മതി. ദെയർ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്. അവരുടെ ശക്തമായിട്ടുള്ള സിരകൾ അല്ലെങ്കിൽ അവരുടെ ശക്തമായിട്ടുള്ള ഈ മസിലുകൾ. ഇപ്പൊ കൊല്ലണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ടുവെക്കുന്ന കാര്യമല്ലല്ലോ. വളരെ ശക്തിയുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ശക്തിയുള്ള രാജാക്കന്മാർക്കും മറ്റുമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോഴവരുടെ നെർവ്സും അവരുടെ ശക്തിയും മസിൽസും മസ്റ്റ് ഈൽഡ്, കീഴടങ്ങിയേ പറ്റും. Their strong nerves at last must yield. They tame but one another still. They tame, അവർ മെരുക്കുന്നു. They tame but one another still. ഇപ്പോഴും അവർ എന്താണ് ചെയ്യുന്നത്? പരസ്പരം മെരുക്കുകയാണ്. ഒരു പട്ടാളക്കാരൻ വേറൊരു പട്ടാളക്കാരനെ കൊല്ലുന്നു, ഒരു രാജാവ് വേറൊരു രാജാവിനെ കൊല്ലുന്നു. They kill and tame each other. Tame but one another still. ഇപ്പോഴും അത് തന്നെയാണ്. Early or late, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ. Early or late, earlyയും ലേറ്റും രണ്ട് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ഒരുമിച്ച് കൊണ്ടുവന്നത്. രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസ് ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് ഓക്സിമോറോൺ എന്ന അലങ്കാരം പറയും. The figure of speech use this oxymoron. 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 But early or late, they stoop to fate. അവർ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റൂപ്പ് ടു ഫേറ്റ്, വിധിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. Early or late, they stoop to fate. And must give up their murmuring breaths. അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? murmuring breaths, complaining breaths. അവരുടെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്വാസം, murmuring breaths. ആ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്വാസം ഉണ്ടല്ലോ, ഇതുവരെ മതിയാക്കാറായില്ലേ എന്ന് ചോദിക്കും. കുറെ കാലമായിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. കംപ്ലൈനിങ് ബ്രീത്ത്സ്, മമ്മറിങ് ബ്രീത്ത്സ്. ആൻഡ് മസ്റ്റ് ഗീവ് അപ്പ് ദെയർ മമ്മറിങ് ബ്രീത്ത്. ഗീവ് അപ്പ് എന്ന് വെച്ചാൽ അർത്ഥം അബാൻഡൻ, ഉപേക്ഷിക്കണം. എന്താ ഉപേക്ഷിക്കേണ്ടി വരും? ശ്വാസം. ശ്വാസം ഉപേക്ഷിക്കേണ്ടി വരണം എന്ന് പറഞ്ഞാൽ അർത്ഥം മരിക്കേണ്ടി വരും. ഗീവ് അപ്പ് ദെയർ മമ്മറിങ് ബ്രീത്ത്സ് ആൻഡ് ദേ pale captives, pale, helpless, വിളറി വെളുത്തത് പോലുള്ള നിസ്സഹായരായ captives of death, മരണത്തിന്റെ അടിമകൾ. creep to death, ഇങ്ങനെ ഇടഞ്ഞിടഞ്ഞു പോവുകയാണ് മരണത്തിലേക്ക്. creep to death, മരണത്തിലേക്ക് ഇടഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. creep to death and must give up their murmuring breaths when they, pale captives, creep to death. അപ്പോൾ ഈ ക്രീപ്പിംഗ് ടു ഡെത്ത് നല്ലൊരു ഇമേജാണ്. ഷേക്സ്പിയർ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. മാക്ബത്തിലെ ഫേമസ് സോളിലോക്കിയിലൊക്കെ ഉണ്ട്. ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. കേട്ട് കാണുമല്ലോ നിങ്ങൾ. ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ജീവിതം ഒരു കെട്ടുകഥയാണ്, വിഡ്ഢി പറഞ്ഞ കെട്ടുകഥ. ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി, ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ കെട്ടുകഥ.
സിഗ്നിഫൈങ് നത്തിങ്, അർത്ഥമില്ലാത്തത്. അപ്പൊ ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. ഈ സോളിലൊക്കെ അല്ലെങ്കിൽ ഇതെടുക്കുമ്പോഴത്തേക്ക് അതിൽ വരുന്ന ഒരു ഇമേജ് ആണ് ക്രീപ്പിംഗ് ടു ഡെത്ത്. Tomorrow and tomorrow and tomorrow creeps in this petty pace from day to day to the lost syllable of recorded debts, and all our yesterdays have lighted fools the way to dusty debts. Out, brief candle, life is but a walking shadow, a poor player that frets and frets his hour upon the stage and then is heard no more. It is a tale told by an idiot, full of sound and fury, signifying nothing. ഇങ്ങനെ പോകുന്നു. അപ്പോഴ് അതിനകത്ത് തന്നെ ആ ഇമേജ് തന്നെ എന്താണ്, നമ്മളിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. ജനനത്തിൽ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി കഷ്ടപ്പെട്ട് എവിടെ വരെ എത്തുന്നു, മരണത്തിലേക്ക്. നമ്മളെല്ലാം പെയിൽ ക്യാപ്റ്റീവ്സ് ആണ്. വി ക്രീപ്പ് ടു ഡെത്ത്. ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നമ്മൾ മരണത്തിലേക്ക് പോകുന്നു. ഇപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന രണ്ടാമത്തെ സ്റ്റാൻസയാണ്. Some men with swords may reap the field. ചില ആൾക്കാർ പാടം കൊയ്യുന്നത് എന്തുപയോഗിച്ചായിരിക്കും, വാൾ ഉപയോഗിച്ചാണ്. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ തൻ്റെ ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരിൽ ആധിപത്യം സ്ഥാപിക്കുന്നു, ബാക്കി രാജ്യങ്ങൾ കീഴടക്കുന്നു. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. അവിടെ അവർ ആധിപത്യം സ്ഥാപിക്കുകയും അതോടൊപ്പം പ്രശസ്തരാവുകയും ചെയ്യുന്നു. But their strong nerves at last must yield. പക്ഷെ അവരുടെ ശക്തമായ ഈ മസിലുകൾ ഉണ്ടല്ലോ, ഈ കായിക ബലം, ആ കായിക ബലവും മസ്റ്റ് yield, കീഴടങ്ങേ പറ്റൂ. They tame but one another still. അവരിപ്പോഴും എന്താണ് ചെയ്യുന്നത്, പരസ്പരം മെരുക്കുകയാണ്. Early or late, ഇപ്പോ അല്ലെങ്കിൽ പിന്നെ. They stoop to fate. അവർ മരണത്തിന് കീഴടങ്ങുന്നു. And must give up their murmuring breaths. അവരുടെ ശ്വാസത്തെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു, മരിക്കേണ്ടി വരും. When they pale captives creep to death. കവി ഇവരെ pale captives, വിളറി വെളുത്ത അടിമകൾ എന്ന് പറയുന്നു. അവർ ഇഴഞ്ഞിഴഞ്ഞ് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.